നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണമം ഫ്യൂൽ സ്റ്റേഷനിലാണ്. അടിക്കടി വർദ്ധിക്കുന്ന ഇന്ധന വില ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. ഇന്ധന വില വർധനവ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടോന്നാ? അമ്മമ്മേന്റെ പുകയിലൊക്കെ വരെ വായിച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ തന്നെ കയറി വരുമ്പം തന്നെ ഞാൻ പേടിച്ചോണ്ടാ കയറി വരുന്നത്. ഓരോ ദിവസം എത്രയോടെ പൈസ കൂടുന്നു. അതെ, ജനങ്ങളുടെ അഭിപ്രായമാണിത്. ഓരോ ദിവസവും വില വർധനവ് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ധന വില വർധനവ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടോ? സാധാരണക്കാരനായ എനിക്ക് 4 വണ്ടിയില്ല, അതിലൊരു വണ്ടിക്ക് എണ്ണടിക്കാൻ പറ്റുന്നില്ല. കാലും കൈയും പതിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അതെ, സാധാരണക്കാരനായ 4 വണ്ടിയുള്ള ഇദ്ദേഹത്തിന് പോലും ഒരു വണ്ടിക്ക് മാത്രമേ എണ്ണയടിക്കാൻ പറ്റുന്നുള്ളൂ ഉള്ള വിഷമമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇന്ധന വില വർധനവ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? അക്ക പച്ചനില്ല. അത് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? ഇല്ല, അക്ക പച്ചനല്ല, ലേശം പച്ചനല്ല. നിങ്ങൾക്ക് ഇന്ധന വില വർധനവ് വിഷയമില്ല എന്നാണ് പറയുന്നത്. ഈ കേക്ക് ഒരു പ്രശ്നമില്ല. ഈ ഇന്ധന അക്ക് പ്രശ്നമല്ല, ലേശം പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അന്ന് 100-ന്, ഇന്ന് 100-ന്, നാളെ 100-ന്. അക്ക അതുകൊണ്ട് പച്ചനമില്ല. 100-ന് അടിച്ചാൽ പച്ചന ഉണ്ടാവില്ല. 100 രൂപയ്ക്ക് മാത്രം പെട്രോൾ അടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പെട്രോൾ വില വർധനവ് ജനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ ഷിനിൽ കായലോടിനൊപ്പം അർജുൻ. ബംഗാളിയൊക്കെ നല്ല കാഞ്ഞ ബുദ്ധി അല്ലേ? അതെ 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 അതെ. നമുക്ക് 100 രൂപയ്ക്ക് അടിച്ചാൽ പോരെ? ഇനി നമുക്ക് 100-ന് അടിക്കാം.